മക്കളെ, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു നിയോഗമാണ്. ആരെ ആരോടൊപ്പം ചേർക്കണം എന്നൊക്കെ മുകളിലുള്ള ആള് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ചാരുമോളിപ്പോ ഈ വീട്ടിലുള്ളത്. ആ ചീഫ് എഞ്ചിനീയർ ഇവനെ കല്യാണം കഴിക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവൾക്ക് ട്രാൻസ്ഫർ വന്നത്. എന്നാലും കഷ്ടമായി പോയി. ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നതേ ജീവൻ പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഈ ഭൂമി വിട്ട് അവള് ബഹിരാകാശത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. എവിടേക്കായാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ കല്യാണം നടക്കില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടേ, അതിപ്പോഴേയും കളഞ്ഞേക്ക്. നിന്റെ കല്യാണം നടക്കില്ല എന്ന് ഇപ്പോഴല്ല, പണ്ടേ എന്റെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ്. അതിന്റെ ചില സൂചനകളായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ രവിന്ദേട്ടാ, ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തെ പറ്റി ആലോചിക്കേ. ദയവായിട്ട് ചില സൂചന തരുന്നതാ, നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ശ്രേയയുടെ സ്വഭാവം മതിയടി, നിന്റെ ഉപദേശം അങ്ങ് നിർത്ത്. കല്യാണം ഒന്ന് നീങ്ങിന്ന് പറഞ്ഞപ്പോ സന്തോഷായി കാണും എല്ലാവർക്കും അല്ലേ? സന്തോഷിക്കാൻ വരട്ടെ. ഏത് തടസ്സങ്ങളെ മറികടക്കാൻ കഴിവുള്ളവളാ എന്റെ പൊന്ന്. അപ്പോഴൊരു ട്രാൻസ്ഫർ. നീ ഇനി ചാരുമോളുടെ തലേ കയറി താണ്ടവാടിയിട്ടൊന്നും കാര്യമില്ല. ചീഫ് എഞ്ചിനീയർ പെണ്ണിന് ട്രാൻസ്ഫർ ആയതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷവും. അവളെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്തോട്ടെ, ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. കല്യാണം നടത്തി തരാന്ന് ഞാൻ പറഞ്ഞാണല്ലോ. അതേടോ, താൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ കയറി വരുന്നത് ഞങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതേ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ. ഞാൻ ഇപ്പൊ മനസ്സിലാലോചിക്കുന്നത്, ആ പെണ്ണിന് പകരം ട്രാൻസ്ഫർ ആകാശിനായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാ. ആകാശിന്റെ കൂടെ ചാരുമോൾക്ക് എനിക്ക് പോവായിരുന്നല്ലോ. അപ്പൊ സമാധാനം കിട്ടുമായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഇതായിരുന്നു മനസ്സിരിപ്പ്. പിന്നെ എന്തിനാ മനുഷ്യ കൂട്ടുകുടുംബം വേണമെന്നും പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് വേണമെന്നും പറഞ്ഞ് പ്രസംഗിച്ചോണ്ട് നടന്നത്? പ്രസംഗിച്ചിട്ടുണ്ട് ഹേമേ, സത്യവാ. പക്ഷേ ആ കുടുംബത്തിൽ നിന്നെ പോലെ ഒരെണ്ണം മതി നശിച്ച് നാറാണക്കല്ലെടുക്കാൻ. ഇപ്പൊ നിന്നെ കൂടാതെ നിന്നെ പോലെ വിഷമുള്ള വേറൊരുത്തി വന്ന് കയറാൻ പോവല്ലേ? എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ. ദൈവം ഇവനെ ആ പെണ്ണിനെയും ചേർത്ത് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഒരു അവസരമാണ് ചിന്തിക്കാൻ, വീണ്ടും വിചാരം ഉണ്ടാവാൻ. ഈ ഹൈവേകളിലെ സിഗ്നൽ ബോർഡ് പോലെ അത് അവഗണിച്ചു പോയാ അപകടം ഉറപ്പാ. ചിലപ്പോ ആ പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ ഇവന് രക്ഷപ്പെടാൻ. ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ എല്ലാവർക്കും നല്ലതാ. എനിക്ക് തന്റെ കാശൊന്നും വേണ്ട മാഷേ. എന്റെ ജീവിതം എങ്ങനെ വേണം തീരുമാനിക്കാൻ ഞാനാ. അതിലേക്ക് തന്റെ ഉപദേശം കൊണ്ട് വരണ്ട. ഓ, ദേ മനുഷ്യ, നിങ്ങളുടെ ഉപദേശം എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, അരവിന്ദിന്റെ കയ്യിൽ താൻ തന്നെ താലി എടുത്ത് കൊടുക്കും. അവനത് അവളുടെ കഴുത്തിൽ കെട്ടുകയും ചെയ്യും. അതല്ലാതെ മറ്റൊരു സ്വപ്നം കണ്ടു നടക്കണ്ട. ഞാനിത് പറഞ്ഞതേ ഇയാളോട് മാത്രമല്ല, നിന്നോടും നിന്റെ ഈ ഭാര്യയായ ഐശ്വര്യം കെട്ടവളോടും കൂടി ചേർത്താ. മാക്സിമം 8 ദിവസം അതിനുള്ളിൽ ജോയിൻ ചെയ്യണം. കുറച്ചുകൂടി സാവകാശം കിട്ടില്ലേ മോളെ? ഇല്ല മമ്മി, എല്ലാം റൂൾസ് അല്ലേ, അത് കീപ്പ് ചെയ്തേ പറ്റൂ. ലീവോ മറ്റെന്തെങ്കിലും പോംവഴിയുണ്ടോ മോളെ? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലീവ് കിട്ടും. പക്ഷെ കല്യാണം മാത്രമല്ലല്ലോ എൻ്റെ എയിം.
ആ മണ്ടനെ കെട്ടി കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മമ്മി, എന്റെ കല്യാണം നടക്കും. അത് ഞാൻ നടത്തും, ഏത് വിധേനയും. അതെന്റെ കോൺഫിഡൻസാ. അതും ഞാൻ ഈ കുട്ടനാട്ടിൽ നിന്നുകൊണ്ട് തന്നെ. ഞാനിത് എപ്പോഴും പറയുന്നത് എന്തിനാണെന്നറിയോ മമ്മിക്ക്? ഇല്ല. മോട്ടിവേഷൻ. ഞാൻ എന്നെ തന്നെ എന്റെ ലക്ഷ്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. മമ്മി മരുന്ന് കഴിച്ച് കിടക്കാൻ നോക്ക്. ശരി മോളെ, നീ തളരില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വരെ ധൈര്യം തരുന്നത് നീയാ. നിന്റെ എയിം സക്സസ് ആവും മോളെ, അത് ഉറപ്പാ. ഇപ്പൊ വേദന ഉണ്ടോടാ? കൂടുതൽ ഇണങ്ങിക്കഴിഞ്ഞാൽ വേദനയുണ്ട്. അധികം ബലം പിടിക്കാനും പറ്റുന്നില്ല. ഇതൊരാഴ്ചയാവും ശരിയായിട്ട് വരാൻ. എന്റെ കൈയല്ലമ്മേ പ്രശ്നം, എന്റെ കല്യാണോ. മേഡം പറഞ്ഞതുപോലെ ചെയ്യുമായിരിക്കുമല്ലേ? അതിനെന്താ സംശയം? ഇതുവരെ അങ്ങനല്ലേ സംഭവിച്ചിട്ടുള്ള. നീ സമാധാനായിട്ടിരിക്കേ. അമ്മേ, എന്നാലും ആ ശ്രേയയുടെ ട്രാൻസ്ഫർ ഒരു വല്ലാത്ത ചതിയായിപ്പോയി. ആ ചാരുവിന്റെ ആകാശിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഉള്ളി ചിരിച്ചോണ്ടാ അവള് നടക്കുന്നേ. അവള് ചിരിക്കട്ടടി, ഒരു കുഴപ്പമില്ല. കല്യാണം ഒരാഴ്ച നീട്ടിയെന്നല്ലേ ഉള്ളൂ. അതിനുള്ളിൽ ട്രാൻസ്ഫർ ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്ത് ശ്രേയ ഇങ്ങി പോരും. അപ്പൊ തുണിക്കച്ചവടക്കാരിയുടെ ചിരി താനേ മാഞ്ഞോളും. അപ്പച്ചി, എനിക്കൊരു സംശയം. എന്തോ സംശയം? ഒന്ന് മിണ്ടാ പോകുന്നുണ്ടോ? മനുഷ്യരുടെ മുള്ളേ നിൽക്കപ്പെടാ സംശയമായിട്ട് വരുന്നേ. എടാ അരവിന്ദേ, അവൻ പറഞ്ഞോട്ടടാ. എന്താടാ നിന്റെ സംശയം? ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കല്യാണം ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചത്. ഹാ അതെ. അപ്പൊ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം നടക്കില്ലെന്നാണോ? ഇതാണോടാ നിന്റെ സംശയം? ഇറങ്ങിപ്പോടാ. അപ്പച്ചി, അത് ദേ മിണ്ടരുത്, ഇറങ്ങിപ്പോടാ. അശ്വതി, നീ ഇവനെ വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. രമേശ് ചേട്ടാ, ഇനി വന്നേ. എവിടെയും വന്ന് ഓരോ നെഗറ്റീവ് വിളിച്ച് പറയും. അച്ചുട്ടി, അത് ഞാൻ എന്താ അമ്മ ആലോചിക്കുന്നേ? അല്ല, രമേശൻ ചോദിച്ചതിൽ കാര്യമില്ലേ? എന്ത് കാര്യം? ഈ ഓർഡർ മരവിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതെന്നോടാണോ ചോദിക്കുന്നത്? അതെ അതെ, ശ്രേയക്ക് ഇപ്പൊ നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. ഡിസ്ചാർജ് ചെയ്തപ്പോ നിനക്ക് ഫുഡുമായിട്ടൊക്കെ വന്നതല്ലേ. പക്ഷേ അവളുടെ പ്രധാന വിഷയം എന്താണെന്ന് ശ്രേയ നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. കൽപ്പറ്റയിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വന്ന അവളുടെ മനസ്സിലുള്ള ഒന്നും നടക്കില്ല മോനെ. ഇനി അവള് കല്യാണം വേണ്ടെന്ന് വെച്ച് എന്ത് ചെയ്യും? അമ്മ കരുനാക്കെടുത്ത് വളയ്ക്കാറ്. എനിക്കത്